ശബരിമല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചുള്ള പടിപൂജ നടന്നു. 18 പടികളിലും പൂക്കളും പട്ടുവസ്ത്രങ്ങളും ദീപങ്ങളും സമർപ്പിച്ചാണ് പടിപൂജ നടന്നത്. ശബരിമല തീർത്ഥാടന കാലത്തെ പടിപൂജയ്ക്ക് ബുധനാഴ്ച സന്ധ്യയ്ക്ക് തുടക്കമായി. വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരുമുടിക്കെട്ടേന്തി മാത്രം ദർശനത്തിനായി ഭക്തർ കയറുന്ന പവിത്രമായ 18 പടികളിലും പൂക്കളും പട്ടുവസ്ത്രങ്ങളും ദീപങ്ങളും അർപ്പിച്ചാണ് പടിപൂജ നടത്തിയത്. ദീപപ്രഭി ജ്വലിച്ച് പുഷ്പവൃഷ്ടിയാൽ സുഗന്ധം പരത്തി നിന്ന 18 പടികളുടെ അപൂർവ കാഴ്ച സന്നിധാനത്ത് ഭക്തർക്ക് സായുജ്യമേകി. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തിന്റെ കാർമ്മികത്വത്തിലും മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി കൃഷ്ണൻ പോറ്റിയുടെയും സഹകാർമ്മികത്വത്തിലുമാണ് 1 മണിക്കൂറോളം സമയം നീണ്ടുനിന്ന പടിപൂജ നടന്നത്. പൂജയുടെ തുടക്കത്തിൽ 18ാം പടി കഴുകി വൃത്തിയാക്കി നടുക്കായി പട്ടുവിരിച്ചു. പട്ടിന്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. 18 പടികളിൽ ഇരുവശത്തും നിലവിളക്ക് കത്തിച്ച് നാളികേരവും പൂജാസാധനങ്ങളും വെച്ചു. പിന്നീട് ഓരോ പടികളിലും കുടികൊള്ളുന്ന മലദൈവങ്ങൾക്ക് പൂജ നടത്തി. ഓരോ പടിയിലും ദൈവചൈതന്യം ആവാഹിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ശബരിമല അടക്കമുള്ള 18 മലകളെയാണ് പടികൾ പ്രതിനിധാനം ചെയ്യുന്നതെന്നും സങ്കല്പമുണ്ട്. ബുധനാഴ്ച വൈകിട്ട് നട തുറന്നപ്പോൾ ദർശനം നടത്തിയ 1000-ലധികം ഭക്തജനങ്ങൾക്ക് അപൂർവമായ പടിപൂജ കാണാനും ഭാഗ്യമുണ്ടായി. ഭക്തർക്ക് ശബരിമലയിൽ നടത്താൻ കഴിയുന്ന ഏറ്റവും ചെലവേറിയ വഴിപാടാണ് പടിപൂജ.